പ്രിയ കുട്ടികളെ, നമ്മളിന്ന് ഡിപ്രീസിയേഷൻ എന്നുള്ള ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ദി അസറ്റ്. ഫിക്സഡ് അസറ്റ് കേട്ടോ, ഫിക്സഡ് അസറ്റ് ഡിപ്രീസിയേഷൻ സംഭവിക്കാന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുന്നതാണ് ഡിപ്രീസിയേഷൻ. അതിന്റെ റീസൺസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ചേഞ്ച് ഇൻ ഫാഷൻ, അതുപോലെ തന്നെ പാസേജ് ഓഫ് ടൈം, ഇതൊക്കെ നമുക്ക് ഡിപ്രീസിയേഷന്റെ റീസൺ ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ രണ്ട് മെത്തേഡിലാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ +2 സ്റ്റേറ്റും CBSE കുട്ടികൾക്കുണ്ട്, +1 കുട്ടികൾക്ക്, ആ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾക്കുള്ള പോർഷൻ ആണ്. രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ ഫിക്സഡ്, ഇതിന്റെ വേറെ പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ്. രണ്ട് മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അത് ഫിക്സഡ്, അത് ഒറിജിനൽ കോസ്റ്റ് ആയിരിക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക സ്ട്രെയിറ്റ് ലൈനിൽ. മറ്റത് അതിന് കുറഞ്ഞു വരുന്ന റിട്ടേൺ ഡൗൺ വാല്യൂവിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ